ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനം ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ വൻ പ്രതിഷേധമെന്നാണ് അറിയുന്നത്. ഇസ്രായേലിലെ പ്രധാന ട്രേഡ് യൂണിയൻ ഹിസ്ഡത്ത് ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇസ്രായേലി പതാകയുമായി ഒട്ടേറെ പേരാണ് ഇന്നലെ തെരുവിലിറങ്ങിയത്. ഐസൻ ജോസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഐസൻ, നമസ്തേ. പ്രേക്ഷകർ നമസ്തേ പറയുന്നുണ്ട്. ഐസനോട് ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. എന്താണ് ഇസ്രായേലിൽ ഈ ഒരു പ്രതിഷേധം? ഇന്ന് ഈ വൻ പ്രതിഷേധത്തിൻ്റെ ഒരു ആഹ്വാനമാണ് ഇരിക്കുന്നത്. അത് എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? വിവരങ്ങൾ എന്താണ്? വീണ, നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പുതിയൊരു സംഭവ വികാസം ഇസ്രായേലിൽ നടന്നു എന്ന് പറയുന്നത് ഇന്നലെ നടന്ന 6 ബന്ദികളുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവമാണ്. ഇതിൽ 5 പേരും ഇസ്രായേലികളും ഒരു അമേരിക്കൻ പൗരനുമാണ് എന്നാണ് ഇസ്രായേലി പ്രതിരോധ സേന പുറത്തുവിട്ട വിവരം. ഇന്നലെ ഈ വാർത്ത വലിയ ചർച്ചയാവുകയും അതുപോലെ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബന്ദികളുടെ മോചനത്തിന് വേണ്ടി കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഇസ്രായേൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം അതിനുള്ള മുൻകൈ എടുക്കുന്നില്ല എന്നൊരു നിലപാട് ജനങ്ങൾക്കിടയിൽ ഉണ്ടായത്. തീർച്ചയായും ഇതിനു മുൻപും സമാന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രതിഷേധങ്ങളുടെ ഒരു ശക്തമായ രൂപമാണ് ഇന്നലെ കണ്ടത്. നമുക്കറിയാവുന്നതാണ്, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ടെലവീവിലെല്ലാം തന്നെ ദേശീയപാതയ്ക്ക് സമാനമായ വലിയ ഹൈവേകൾ എല്ലാം തന്നെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവിടേക്ക് ജനങ്ങൾ ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള സമരങ്ങളൊന്നും തന്നെ ഇതുവരെ ഇത്തരത്തിൽ ഈ പൊതുജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ സമരങ്ങൾ എത്തുന്ന സാഹചര്യം വളരെ കുറവാണ്. അത്തരത്തിലൊരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇസ്രായേൽ ജനതയ്ക്കുള്ളിൽ ഉള്ളത് എന്ന കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിലെ പ്രധാന ട്രേഡ് യൂണിയനായ ഹിസ്ഡത്ത് ഇത്തരത്തിലൊരു നീക്കത്തിന്, അതായത് ഒരു പ്രതിഷേധ ദിനം ആചരിക്കുന്നതിനുള്ള ഒരു ആഹ്വാനം നൽകുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്ന് ശക്തമായ പ്രതിഷേധം ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ സർക്കാരിനെതിരെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബന്ദികളെ ജീവനോടെ മോചിപ്പിക്കുന്നതിൽ അനാസ്ഥ കാണിക്കുന്നുവെന്ന വലിയ പ്രതിഷേധമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ പരാതിയാണ് ഇസ്രായേൽ ജനതയ്ക്കിടയിൽ ഉയരുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല. അതേസമയം ശക്തമായ പ്രതിരോധം തീർത്ത് ഇസ്രായേൽ ഗാസയിലും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും സൈനിക നടപടികൾ തുടരുകയുമാണ്. വീണ. ഓക്കെ.